ഈ ക്യാറ്റ്സ് ക്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊരു 3 ആഴ്ച മുന്നേ ഈ ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ക്യാറ്റ്സ് ക്ലോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഈ ക്യാറ്റ്സ് ക്ലോന്റെ അവസ്ഥ ഇതാ അങ്ങനെയാണ് കേട്ടോ. ഫ്രെയിമിലേക്ക് പടർന്ന് കയറി നല്ല അടിപൊളിയായിട്ട് നിൽക്കണുണ്ടേ. ഇതിന്റെ മദർ പ്ലാന്റ് എനിക്ക് കിട്ടുന്നത് റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ. എവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡില് ഒരു മതിലുമ്മ ഈ പ്ലാന്റ് പടർന്നു കയറി നല്ല മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അങ്ങനെ അതിൽ നിന്ന് ഒരു കുഞ്ഞു തണ്ട് പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ചട്ടിയിൽ നട്ട് പിടിപ്പിച്ച് അത് അത്യാവശ്യം വലുതായി പടർന്നൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു കുഞ്ഞിത്തണ്ട് പറിച്ച് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഈ പ്ലാന്റ്. ഈ ഗ്രീനറി ഒക്കെ ഇഷ്ടമുള്ളവര് ഈ പ്ലാന്റ് നടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് പച്ചപ്പായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഈ പ്ലാന്റ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ചട്ടിയിലാണ് നടുന്നതെങ്കിൽ വല്ലാണ്ട് അങ്ങ് വളരാൻ അനുവദിക്കരുത് കേട്ടോ. ഓരോ വളർച്ചയിലും അത് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നല്ല തിക്കായിട്ട് വളരുള്ളൂ. ഉച്ചയുടെ നഖം പോലെയുള്ള ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ പിടിച്ച് കയറുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഈ പ്ലാന്റ് നമ്മുടെ ഫ്രെയിമിലേക്ക് മുഴുവനായിട്ടും പടർന്നിട്ടില്ല കേട്ടോ. മുഴുവനായിട്ട് പടരുമ്പോൾ നല്ല ഗ്രീനിഷ് ആയിട്ട് കാണാനാണ് കേട്ടോ ഞാൻ കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ പടർന്ന് കയറുമ്പോൾ ആ പച്ചപ്പിന്റെ ഇടയിൽ നല്ല മഞ്ഞ കളർ പൂക്കളും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആകുന്നവരെ കാത്തിരിക്കാം.